മുമ്പായിരുന്നെങ്കിൽ ഇത് ദേ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെയായിരിക്കും പ്ലേ ആവുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും എല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിന് പറഞ്ഞു പോവാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും എല്ലാം പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പെട്ടെന്ന് എളുപ്പത്തിൽ ഇത് പിടിയിടും കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂ പ്രോജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫോൾഡർ ആക്കിയിടുക. ഇങ്ങനെ ഫോൾഡർ ആക്കിയിട്ട ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് വർക്കുകളാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ നിറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു 4 ഫോൾഡർ ആക്കിയിട്ടിരിക്കുന്നത്, ഇതിനകത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്നുള്ളത്. ഈ മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്നതിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ ഫോൾഡറിൻ്റെ പേര് അത് പേര് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോൾഡർ ഇതിൻ്റെ കൂട്ടത്തിൽ വരും. ഞാനിവിടെ ഓൾറെഡി പിക്സൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇട്ടിട്ടുണ്ട്. അത് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. അതിനകത്താണ് നമ്മൾ എഡിറ്റിംഗ് വർക്കുകളെല്ലാം കിടക്കുന്നത്. ഇതിനകത്ത് ന്യൂ പ്രോജക്റ്റ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിനകത്തായിരിക്കും ഈ പ്രോജക്റ്റ് കിടക്കാൻ പോകുന്നത്. നമ്മളിവിടെ നമ്മൾ എന്താ പറയുക, ലാഗ് എന്ന് കൊടുക്കാം. ലാഗ് എന്ന് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം, ഞാൻ എഡിറ്റിംഗ് പാനലാണ് ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിംഗ് പാനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഫയൽസ് കൊണ്ടിടാൻ പോവുകയാണ്. ഇവിടെ ഞാൻ കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത്, അതായത് ഇവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്ന് താഴെ ഡാവിഞ്ചിയുടെ ഐക്കണിൽ കൊണ്ട് വെക്കുമ്പോൾ ഇങ്ങനെ ഓപ്പണായി വരും. അതിനുശേഷം ഇങ്ങനെ പതുക്കെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് നോ ക്ലിപ്പ് ഇൻ മീഡിയ പോൾ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. ഇത് നമ്മൾ വലിച്ചു കൊണ്ടുവന്ന അതിൻ്റെ ഫ്രെയിം റേറ്റും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ഫ്രെയിം റേറ്റ് സെറ്റ് ആയിട്ടുണ്ടാവും ഈ ഡാവിഞ്ചിയിൽ. അതും നമ്മളിപ്പോൾ വലിച്ചുകൊണ്ട് വന്ന ക്ലിപ്പും തമ്മിലുള്ള ഫ്രെയിമിൻ്റെ വ്യത്യാസമാണ് കാണിക്കുന്നത്. അത് നമ്മൾ വലിച്ചു വന്ന ക്ലിപ്പിൻ്റെ ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് അത് കൊടുക്കാം, ചേഞ്ച് കൊടുക്കുക. അപ്പോൾ അവിടെ അത് വന്നിട്ടുണ്ട്. ആ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഈ വീഡിയോസിൻ്റെ പ്രിവ്യൂ കുറച്ച് വലുതാക്കാനായിട്ട് ഇതിങ്ങനെ വലുതാക്കി വെച്ചാൽ മതി. ഈ മുകളിൽ തന്നെ ഒരു ബാറുണ്ട്, അതിങ്ങനെ വലുതാക്കും തോറും ഇതിങ്ങനെ വലുതായി വരും. ഈ വീഡിയോയിൽ നിന്നും ഒരു 2 വീഡിയോ ഇങ്ങ് വലിച്ച് നമ്മുടെ ടൈം ലൈനിലോട്ട് ഇടുകയാണ്. ഇത് കട്ട് ചെയ്യുന്നൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടൈം ലൈനിലിട്ടു. എന്നിട്ട് ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കി വെക്കാം നമുക്ക്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഞെക്കി പിടിച്ചിരിക്കുന്നുണ്ടോ, ഇതുപോലെ ഇങ്ങനെ വിട്ട് മൂവ്മെന്റ്സ് ഇങ്ങനെ സ്റ്റക്കായി, അതായത് ഒരു ജെർക്കിങ്ങും ലാഗും ഒക്കെ അനുഭവപ്പെടും. അപ്പോൾ അത് ഒഴിവാവാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ട്രിക്കുണ്ട്. അത് ട്രിക്കൊന്നുമല്ല, സത്യത്തിൽ അത് ഡാവിഞ്ചി കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പ്ലേ ബാക്കിൽ വന്നിട്ട് ഈ മുകളിൽ പ്ലേ ബാക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഇവിടെ ടൈം ലൈൻ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ ഫുള്ളാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ക്വാർട്ടർ ആക്കുക. ഇത് ക്വാർട്ടർ ആക്കുന്ന സമയത്ത് എന്താ നടക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ സൂം ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പ്ലേ ബാക്കിൽ വന്നിട്ട് ടൈം ലൈൻ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ എടുത്തിട്ട് ക്വാർട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ വീഡിയോ കണ്ടോ, ഔട്ടായല്ലേ, നല്ല ബ്ലറായ കണക്കൊരു ഫീല്. അപ്പോൾ ഈ വീഡിയോയുടെ പ്രിവ്യൂവിൽ ക്വാളിറ്റി കുറഞ്ഞു. അതായത് നമ്മൾ ഇവിടെ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ കാണുന്ന വീഡിയോയുടെ ക്വാളിറ്റി കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് പ്ലേ ബാക്ക് ചെയ്യുന്നതിനായിട്ടുള്ള എഫേർട്ട് കുറച്ചുകൂടി കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പ്ലേ ബാക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് വർക്കാവും. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നമ്മൾ ഈ എടുത്തിട്ടിരിക്കുന്ന വീഡിയോസ് നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നോർമൽ ക്വാളിറ്റി ആയിരിക്കും. മറ്റേത് നമ്മൾ ക്യാമറയിലേക്ക് എടുത്ത 4K വീഡിയോയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം ചെയ്യേണ്ടി വരും. ഈ ഒരു വീഡിയോസ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. എല്ലാ വീഡിയോസും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട്
റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിലിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സി മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ പ്രോക്സി മീഡിയയിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് പ്രോക്സി മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോസ് മൊത്തം ഒന്ന് പ്രോസസ്സ് ചെയ്ത് തീരും. ഇവിടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു മാറ്റമൊന്നും തോന്നുന്നില്ലല്ലേ? പക്ഷേ ഈ വീഡിയോസിൻ്റെ എല്ലാം ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയിലെ തൊട്ട് മുകളിലായിട്ട്, അതായത് ഈ പ്രിവ്യൂ വീഡിയോയിലെ തൊട്ട് മുകളിലായിട്ട് വന്നാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, പ്രോക്സി ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് വരും. അതിൽ പ്രിഫർ പ്രോക്സീസ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തല്ലോ. ഇനി ഇവിടെ വന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിലെല്ലാം പ്രോക്സിയുടെ ഒരു ചിഹ്നം വന്നിട്ടുണ്ട്. കണ്ടോ, ശ്രദ്ധിച്ചോ? ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് ക്വാളിറ്റി കുറച്ചിട്ടുണ്ട്. അതായത് ഈ വീഡിയോസ് എല്ലാം 4K ആണെങ്കിൽ പോലും, ഇതിപ്പോൾ 4K അല്ല, നിങ്ങൾ ഇട്ടിരുന്നത് 4K ആണെങ്കിൽ എന്ന് വിചാരിക്കാം, ഇതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഡാവിഞ്ചിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി സുഖമായ രീതിയിൽ ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് കംപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ആഫ്റ്റർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഒന്നും വ്യത്യാസം വരില്ല. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഈ പ്രോക്സി ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ചില കേസിൽ ഡാവിഞ്ചി സ്വയം അത് ഡിസേബിൾ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി വീഡിയോ ആണ് എക്സ്പോർട്ട് ചെയ്ത് തരാറുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് വെച്ചിരുന്നാലും മതി കേട്ടോ. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി വീഡിയോ തന്നെ കിട്ടും. ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പർപ്പസിനാണ് ഇതിനെ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ആക്കി മാറ്റിയിട്ടുള്ളത്. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്ലേ ബാക്കിൽ ഒരു പ്രശ്നമില്ലാതെ ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റക്കോ ലാഗോ ഒന്നും അനുഭവപ്പെടില്ല. ഇനി അടുത്തൊരു ലാഗ് അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടെ നിന്ന് സൂം ചെയ്ത് വെച്ചോട്ടെ. ഓക്കെ, ഈ രണ്ട് ക്ലിപ്പിന്റെ ഇടയിൽ നമ്മൾ ട്രാൻസിഷൻസ് ആഡ് ചെയ്യും. ഇപ്പോൾ ഇത് ചുമ്മാ അങ്ങ് പോവുകയാണ്, ഇല്ലാതെ ഇതിങ്ങനെ പെട്ടെന്ന് മറ്റേലോട്ട് പോകുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ എഫക്റ്റുകൾ ഇടാറുണ്ടല്ലോ. ഈ എഫക്റ്റുകൾ ഇടുന്ന സമയത്ത്, ട്രാൻസിഷൻ എഫക്റ്റുകൾ ഇടുമ്പോൾ നമുക്ക് ലാഗ് നല്ല രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ എഫക്റ്റിൽ വന്നിട്ട് നമ്മുടെ ഇപ്പം ഇരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് അത്യാവശ്യം മോശമില്ലാത്ത ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് എഫക്റ്റ് ഇട്ടാലും വലിയ ലാഗ് തോന്നില്ല. എന്നാലും നമുക്ക് നോക്കാം, ഇത്തിരി കടുപ്പമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു വലിയ എഫക്റ്റുകളൊന്നും കടുപ്പായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും ഞാൻ ഈ വാപ്പ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇതൊന്ന് വലിച്ചുകൊണ്ട് വന്ന് ഈ രണ്ട് വീഡിയോയുടെയും ഇടയിൽ കൊണ്ട് വെക്കുമ്പോൾ ഓഹോ, വീഴുന്നില്ല. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാൻ പറ്റും. എന്തൊക്കെയാലും ഇങ്ങനെ നടന്നത് നല്ലതാണ്. ഇതൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന ഇതിൽ ഇൻസഫിഷ്യൻറ്റ് ഫ്രെയിംസിൻ്റെ ഒരു പ്രശ്നമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ആവും. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. ഇങ്ങനെ കൊണ്ടുവന്ന് വിടുമ്പോൾ ഇവിടെ ഒന്നും വീഴില്ല. അതായത് ഈ ട്രാൻസിഷൻ ക്ലിപ്പിലോട്ട് വീഴില്ല. ക്ലിപ്പിൽ വീഴാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഇവിടെ ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് ഈ ലാസ്റ്റത്തെ ഫ്രെയിംസ് കുറച്ചൊന്ന് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തെന്ന് വെച്ച് വലിയ വ്യത്യാസമൊന്നും വരില്ല, ചെറിയ വ്യത്യാസങ്ങൾ വരും. ലാസ്റ്റത്തെ കുറച്ച് ഫ്രെയിം, 2-3 ഫ്രെയിമും കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒന്ന് ട്രിം ചെയ്യുക. ട്രിം ചെയ്ത് കട്ട് ചെയ്തു. ചെറിയ വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് ഈ രണ്ട് ക്ലിപ്പ് കൂടി അടുപ്പിക്കുക. മിക്ക ക്ലിപ്പിലും വരാറില്ല. അനാദ്യം അങ്ങനെ ചില ക്ലിപ്പുകളിൽ ഇത് കണക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഓൺലൈൻ വഴി എടുക്കുന്ന ക്ലിപ്പുകളിലൊക്കെ ഫ്രെയിം ഇത്തിരി കുറവായിരിക്കും. അങ്ങനെയുള്ള ഇതിലാണ് ഇത് പ്രശ്നം വരുന്നത് കേട്ടോ. ഇങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഈ ഒരു എഫക്റ്റ് ഒന്നും കൂടി കൊണ്ടുവന്ന് ഇവിടെ വിട്ടു നോക്കിയേ. യെസ്, വന്നല്ലേ? അവിടെ വന്നു. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കുഴപ്പം വരുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ വെച്ചിരുന്ന ഗ്രാഫിക്സ് കാർഡ് പക്കയാണ്. മുമ്പായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെയായിരിക്കും പ്ലേ ആവുന്നത്. ഓക്കെ, എനിവേ അങ്ങനെയാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും പ്ലേ ബാക്കിൽ വരിക. പ്ലേ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ ഈ ടൈം ലൈൻ പ്ലേ ബാക്ക് നമ്മൾ നേരത്തെ മാറ്റി, അതിന് തൊട്ട് താഴെ റെൻഡർ ക്യാഷെ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻ വരും. അതിൽ സ്മാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ സ്മാർട്ട് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു സ്ഥലത്തൊരു ലൈൻ വരും, അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഞാൻ ഞെക്കി പറഞ്ഞാൽ ചിലപ്പോൾ അത് മാറും, ഒന്ന് നോക്കിക്കോളുക. ഈ ക്യാഷ് ഞെക്കിയിട്ട്, അതായത് റെൻഡർ ക്യാഷ് ഞെക്കിയിട്ട്
സ്മാർട്ടിൽ ഞെക്കുവാണ്. സ്മാർട്ട് ഞെക്കി, അപ്പോൾ തന്നെ ഒരു റെഡ് ലൈൻ വന്നു. അത് പതുക്കെ പതുക്കെ നീലയായി മാറുന്നുണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഫുള്ളി നീലയായി അല്ലേ? ഈ റെഡ് ആയിരുന്ന സമയത്ത് ഈ ട്രാൻസിഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്ലേ ആവാൻ എന്നാണ് അതിനർത്ഥം. ഈ നീലയായി കഴിഞ്ഞാൽ ട്രാൻസിഷൻ റെൻഡറായി എന്നാണ് അർത്ഥം. ഈ റെൻഡർ ക്യാഷെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാവിഞ്ചി റിസോൾവിൽ നമ്മൾ ഇടുന്ന എഫക്റ്റുകൾ ഉണ്ടല്ലോ, ഈ എഫക്റ്റുകളെ ടാർഗറ്റ് ചെയ്താണ് ഈ റെൻഡർ ക്യാഷെ വർക്ക് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാഷെ എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിയണം. ക്യാഷെ എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ്, അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോറേജ് എന്ന് വേണമെങ്കിൽ മറ്റൊരു മെമ്മറി കൂടിയാണ് ഈ ക്യാഷെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെയാണ് റെൻഡർ ക്യാഷെ വർക്ക് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ട്രാൻസിഷൻ താൽക്കാലികമായിട്ട് മറ്റൊരു സ്റ്റോറേജ് ഉണ്ടാക്കി നമ്മൾ SSDയിൽ കൊണ്ട് ഈ ഒരു റെൻഡർ ക്യാഷെ ഫയലായിട്ട് സേവ് ചെയ്യുന്നു ടെമ്പററി ആയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ ഇത് പ്ലേ ചെയ്യുന്നോ അപ്പോഴൊക്കെ ഈ ഡാവിഞ്ചി എന്ത് ചെയ്യും, ഈ ക്യാഷെ ഫയലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ഈ ഒറിജിനൽ എഫക്റ്റ് പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരികയല്ല ചെയ്യുന്നത്. അത്രയും എഫേർട്ട് എടുക്കില്ല. അതായത് അങ്ങനെ ഒരു ഫയൽ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രാഫിക്സ് കാർഡും പ്രൊസസ്സറൊക്കെ പണിയെടുക്കണം. അങ്ങനെ പണിയെടുക്കാതെ നമ്മൾ ഈ ഇപ്പോൾ ഒരു ക്യാഷെ ആക്കിയല്ലോ, അതായത് നമ്മൾ റെൻഡർ ക്യാഷെ ഫയലാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ റെൻഡർ ക്യാഷെ ഫയലാണ്, ഡാറ്റയാണ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ അതെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഈ ടെമ്പററി ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ SSDയിൽ കൊണ്ട്, SSDയോ ഹാർഡ് ഡിസ്കോ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണോ അതിൽ ഈ ഒരു ടെമ്പററി ആയിട്ട് ഈ ഒരു ക്യാഷെ ഫയൽ സേവ് ചെയ്ത് വെക്കും. ആ ഫയലാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മളിത് പ്ലേ ചെയ്യുന്ന ടൈമിൽ എന്തുകൊണ്ട് സ്മൂത്ത് ആവുന്നു എന്നുള്ള ആൻസർ കിട്ടിയല്ലോ. ആ സമയത്ത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡോ പ്രൊസസ്സറോ ഒന്നും വലിയ പണി എടുക്കുന്നില്ല. നമ്മളിത് ഓൾറെഡി ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഇതിനെ സേവ് ചെയ്തൊരു സ്ഥലത്ത് വെച്ചു. നമ്മൾ എപ്പോഴൊക്കെ പ്ലേ ചെയ്താലും ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ക്യാഷെയാണ് നമുക്കിവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ നേരത്തെ ഇവിടെ 4K ആണ് ഇട്ടതെങ്കിൽ എന്ന് പറഞ്ഞു. ഇവിടെ 4K വീഡിയോ ആണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ താഴെ ഇവിടെ സെറ്റിങ്സ് കണ്ടോ, ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസൊല്യൂഷൻ, ടൈം ലൈൻ റെസൊല്യൂഷൻ എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ 4Kയിലേക്കാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ കണ്ടോ, അൾട്രാ HD ഇങ്ങനെ 4Kയിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ ഈ 1080pയിലോട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് സേവ് ചെയ്ത് ഉപയോഗിക്കുക. ആഫ്റ്റർ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വാളിറ്റി ഒന്നും ലോസ് വരില്ല കേട്ടോ. ഇത് ഇപ്പോഴത്തെ ടൈം ലൈൻ റെസൊല്യൂഷൻ ആണ്. ഓക്കെ, അതും ഒന്ന് മാറ്റിയിടുക. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡാവിഞ്ചി റിസോൾവ് നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്കാവും. എന്തെങ്കിലും സംശയമോ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്ക് അറിയാമെങ്കിൽ അതോടെ എനിക്ക് പറഞ്ഞുതരാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. പാർട്ട് 3 നമുക്ക് കാണാം.